ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈയോടെ ചതിച്ചതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് തികച്ചും നിസ്സഹായനും ഒറ്റപ്പെട്ടവരുമായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ട്രംപ് ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് വെച്ച ഗാസ സമാധാന പ്ലാൻ നെതന്യാഹു പരസ്യമായി തള്ളിക്കളയുകയും ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തത് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായി. നയതന്ത്ര രംഗത്തെ ഈ കൂട്ടച്ചതിക്ക് പുറമെ കടലിടുക്കിൽ അലയടിക്കുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളും അടിയറവ് പറയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന അഹങ്കാരവുമായി ഹോർമൂസ് കടലിടുക്കിലേക്ക് അയച്ച USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ന് ആഗോള സാമ്രാജ്യത്തിന്റെ ദുരവസ്ഥയുടെ അടയാളമായി മാറിയിരിക്കുന്നു. വെറും ഒരു മാസത്തെ ദൗത്യത്തിനായി കടലിലിറക്കിയ 5000-ലധികം വരുന്ന അമേരിക്കൻ സൈനികർ 250 ദിവസങ്ങൾ പിന്നിട്ടിട്ടും കര തൊടാനാകാതെ വിരസതയും മാനസിക സമ്മർദ്ദവും ഭക്ഷണക്ഷാമവും മൂലം വലയുകയാണ്. സ്വന്തം സൈനികരുടെ ജീവനും മാനസികാരോഗ്യവും അപകടത്തിലാക്കിയെന്ന ഗുരുതരമായ ആരോപണം പെന്റഗണിനും ട്രംപ് ഭരണകൂടത്തിനും വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു. യുദ്ധകളത്തിലെയും നയതന്ത്ര രംഗത്തെയും ഈ തിരിച്ചടികൾക്ക് പുറമെ ഇറാൻ ഉയർത്തുന്ന സമാനതകളില്ലാത്ത വെല്ലുവിളികൾ അമേരിക്കയുടെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമാണ്. വിപ്ലവ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും തളരാതെ 160 ദിവസത്തിലകം പിന്നിടുന്ന അതിജീവന പോരാട്ടത്തിലൂടെ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ ഇറാന് സാധിച്ചു. ഇതിനു പുറമെ US സൈനികരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് $30,000 പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സൈനിക മേധാവി നടത്തുന്ന പരസ്യമായ പ്രകോപനങ്ങൾ ട്രംപിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. മുൻപ് സദ്ദാം ഹുസൈന് സംഭവിച്ചതുപോലെ ഇറാന്റെ പോരാട്ട വീരത്തെയും ജനകീയ അടിത്തറയും തെറ്റായി കണക്കുകൂട്ടിയ ട്രംപ് ഇപ്പോൾ ഒരേ സമയം സ്വന്തം സൈന്യത്തിനുള്ളിലെ അമർഷവും അന്താരാഷ്ട്ര തലത്തിലെ ഒറ്റപ്പെടലും ഒരുപോലെ നേരിടേണ്ട ദുരവസ്ഥയിലാണ്. ഒരു വശത്ത് ഇസ്രയേലിന്റെ വാശി, മറുവശത്ത് ഇറാന്റെ സമാനതകളില്ലാത്ത പ്രത്യാക്രമണം, കപ്പലുകളിൽ ശ്വാസം മുട്ടുന്ന സ്വന്തം സൈനികരുടെ യാതനകൾ, ഇതെല്ലാം ചേർന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയങ്ങളെ പാടെ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഈ സംഘർഷം അനന്തമായി നീളുന്നത് ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും റെഡ് സീയിലെ സംഘർഷങ്ങളും കാരണം അന്താരാഷ്ട്ര എണ്ണ ഗതാഗതം സ്തംഭിക്കുകയും ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്യുന്നത് ലോകവിപണികളെ വൻ തളർച്ചയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തിവെക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത വിധം ഇരുതലമൂർച്ചയുള്ള വാളിന്റെ മുനയിലാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് എത്തി നിൽക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികളെ കണിശമായ പ്രതിരോധ തന്ത്രങ്ങളിലൂടെ ഇറാൻ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുത്തുമ്പോൾ തിരിച്ചടിക്കാൻ പോലുമാകാതെ നടുക്കഴിൽ ഉഴലുന്ന US സൈന്യത്തിന്റെ ചിത്രം ട്രംപിന്റെ അധികാര ദുർമോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്.